Okay, dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രിയാണ്. നമ്മൾ കുറേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഇതൊക്കെ റിലേറ്റഡ് ആണ്. റീറ്റെയിൽ ബിസിനസ്സായി റിലേറ്റഡ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സാമിന് തയ്യാറെടുക്കേണ്ട സമയമാണ്, നന്നായി ശ്രദ്ധിക്കുക. അതിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ മാനുഫാക്ചറർ, പ്രൈവറ്റ് ബ്രാൻഡ്, സർവീസ് റീറ്റെയിൽ, ക്യാഷ് ആൻഡ് ക്യാരിയിങ് ആൻഡ് റീറ്റെയിൽ ഇൻഡസ്ട്രി ആൻഡ് പ്രൊഡക്ഷൻ, അല്ലേ? എല്ലാത്തിനും അടിസ്ഥാനം എന്താണ്? പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു വാസ്റ്റ് ഏരിയ, അതൊക്കെ ഓരോ വാസ്റ്റ് ഏരിയ നമുക്ക് പഠിക്കാനുണ്ട്, കുറേ ഏരിയ ആണ്. അപ്പോൾ മൊത്തത്തിൽ ഈ പോയിന്റ് മാത്രം നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഓരോ ട്രെൻഡ്സ് നമുക്കറിയാം, അല്ലേ? ട്രെൻഡും ആൻഡ് കാരിയേഴ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി, റീറ്റെയിൽ വ്യവസായത്തിൽ ഉണ്ടായിരുന്ന ട്രെൻഡ്സും കരിയറും ആൻഡ് മാനുഫാക്ചറിംഗ്, പ്രൈവറ്റ് ബ്രാൻഡ്സ്, സർവീസ് റീറ്റെയിൽ സർവീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്താണ് ക്യാഷ് ആൻഡ് ക്യാരി, ഇതിൻ്റെ ക്യാഷ്, റീറ്റെയിൽ ഇൻഡസ്ട്രി, അതെല്ലാം നമ്മൾ ചെയ്തു പോകുന്നത്. The increased real estate cost, increased operating margin have retailers become more dominant and dictating terms in brands. Okay, then traditionally the manufacturers used to produce the goods and services at P&G and Nestle, etc. They conducted market research and had to access to consumer information which enabled them to decide the product of mix. Okay, അപ്പോൾ ഫസ്റ്റ് എന്താ പറഞ്ഞത്? The increased real estate cost, increased operating margins have made the retailers become more dominant and അതായത് increased real estate cost നമുക്കറിയാം. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആൻഡ് വിത്ത് അഡ്വാൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഗ്രോയിങ് സൈസ് എ ലാർജ് റീറ്റെയിൽ ചെയിൻസ് കപ്പിൾഡ് ഇൻ ഇൻക്രീസിങ് കോമ്പറ്റീഷൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊരു കോമ്പറ്റീഷൻ, മത്സരാധിഷ്ഠിതമായ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സായി ഏത് മേഖലയായാലും മത്സരമാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യത്തിലായി, ഇനി ഒരു മീൻ മാർക്കറ്റ് ആവാനാ ഏറ്റവും ഓർഡിനറി ജനങ്ങൾ എപ്പോഴും മീൻ വാങ്ങാൻ പോകുന്ന ഒരു മെയിൻ മാർക്കറ്റ് ആണെങ്കിൽ അവിടെ മത്സരം തന്നെയല്ലേ? ഇവിടെ വില കുറയ്ക്കുമ്പോൾ അപ്പുറത്ത് അവർ കുറച്ചും കൂടി വില കുറയ്ക്കും, കുറച്ചും കൂടി അവരെ വില കുറയ്ക്കുമ്പോൾ അങ്ങനെ മൊത്തം എന്താണ്, ഒരു കോമ്പറ്റീഷൻ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് രംഗവും കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു സെക്ഷനാണ്. അഡ്വാൻസിങ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഗ്രോയിങ് സൈസ് ഓഫ് ലാർജ് റീറ്റെയിൽ ചെയിൻസ്, അതായത് എന്തൊക്കെ അഡ്വാൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വളരെ അഡ്വാൻസ് ആയ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന മേഖലയും അതിനോടനുബന്ധിച്ച് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ, ഈ ഒരു മത്സരത്തിൽ. ഓക്കെ, ഓവർ ദ ലാസ്റ്റ് 2 decades ദ ഇക്വേഷൻ ഹാവ് ചേഞ്ച്. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴേക്കും ഇവിടുത്തെ ഇക്വേഷൻ തന്നെ ചേഞ്ച് ആവും, നമ്മുടെ ഒരു സമവാക്യം മാറിപ്പോകും. അത്രയും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുന്നൊരു കാലഘട്ടം വരും എന്നാണ് പറയുന്നത്. എന്തിൻ്റെ? റീറ്റെയിൽ ബിസിനസ് ഡെവലപ്പ് ആവുന്ന ഒരു കാലം. And scanners and barcode provide him with the latest and immediate feedback on sales and movement of stock. The retailer can also information the effectiveness of promotion campaign. റീറ്റെയിലർ ആരാണ്? റീറ്റെയിൽസ് ചെയ്യുന്ന ആളാണ് റീറ്റെയിലർ. അദ്ദേഹം ഈ റീറ്റെയിലർക്കാണ് എന്ത് വേണ്ടത്? അത്യാവശ്യം കൺസെപ്റ്റും പ്ലാനിങ്ങും ബിസിനസ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട അദ്ദേഹത്തിനാണ്. ഓക്കെ, the retailer are also scaling up. The large retail chains have dominant presence of market. They have built a strong private brands. This gives them enormous bargaining power with the manufacturers. And the retailers are also scaling up. The large retail chains have dominant presence in the market. They have built a strong private brands, the enormous bargaining power with manufacturers. Okay, next private brand. എന്താണ് പ്രൈവറ്റ് മാനുഫാക്ചർ പറഞ്ഞാൽ? പ്രൈവറ്റ് ബ്രാൻഡ്സ് ഇസ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഓഫ് എ റീറ്റെയിലേഴ്സ് ബ്രാൻഡ്. റീറ്റെയിലേഴ്സ് ബ്രാൻഡാണ് ആര്? ദ പ്രൈവറ്റ് ബ്രാൻഡ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, സംഭാവന ചെയ്യുന്ന ആള്. A large distributional channel member, usually the retailer, develops a private brand by buying from manufacturer in bulk and putting its own name and product. The shoppers shops are developed private brand like Stop and Carnish. Okay, private brands are so called because their availability is limited generally to the outlets owned by the retail chain. Manufacturer brand, as explained in unit, are owned by manufacturer, and a retailer can develop private brands. Retail എന്ത് ചെയ്യണം? പ്രൈവറ്റ് ബ്രാൻഡ്സ് ഡെവലപ്പ് ചെയ്യണം when it does high volume of business. ബിസിനസ്സിൻ്റെ ഹൈ വോളിയം കൂട്ടിയെങ്കിൽ പോലും
ഒരു റീറ്റെയിലർ തൻ്റെ പ്രൈവറ്റ് ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. ഹൈ വോളിയംസ് ആർ റിക്വയർഡ് അച്ചീവ് എക്കണോമിക് സ്കെയിൽ ആൻഡ് റീറ്റെയിലേഴ്സ് ആർ ഡെവലപ്പിംഗ് പ്രൈവറ്റ് ബ്രാൻഡ് ഫോർ ഫോളോയിങ് റീസൺസ്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഇവരത് കൂട്ടുന്നത്? പ്രൈവറ്റ് ബ്രാൻഡ്സ് റെഡ്യൂസസ് മാനുഫാക്ചർ ഡൊമിനൻസ് ആൻഡ് ഹെൽപ്പ് retailers develop more customer loyalty. Private brands enable to retail that differentiate from retailers provide exclusive product of variety. എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ്, എവിടെ ഇല്ലാത്ത റെയറായിട്ട്, അതായത് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യമായ ന്യൂസ് ആയിരിക്കണം. അതേപോലെ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഇവരെന്ത് ചെയ്യണം, മാർക്കറ്റിൽ വരണം. And private brands enable to retail to develop products of per consumer requirement and desired quality. Since retailers have closer interaction with customers, they are in a good position of understand customer requirements and can be hence a product manufactured as per customer needs. Private brands move due to confidence the customer develop with the retailer offering a and so do not require heavy promotion of advertising. Because of this can be priced below manufacturers brand similar quality. ഓക്കെ, അപ്പം എന്താ പറയുക, നമ്മൾ സിമിലർ ക്വാളിറ്റി ഉള്ള ബ്രാൻഡഡായ സാധനങ്ങളാണ് വേണ്ടത്. ദിസ് ഫർദർ ഡെവലപ്പ് കസ്റ്റമർ ലോയൽറ്റി. കസ്റ്റമേഴ്സിൻ്റെ ലോയൽറ്റി, നല്ല ബ്രാൻഡഡും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കസ്റ്റമർ നമ്മളോടൊരു ലോയൽറ്റി, ഒരു കൂറ്, ഒരു നീതി, അല്ലേ, ഒരു നീതി അല്ലെങ്കിൽ സത്യസന്ധത, കൂറൊക്കെ നമ്മളോട് കാണിക്കും. Private brands enable retailers to have better bargaining power with manufacturers. അതായത് ഇത് നിർമ്മിക്കുന്ന ആളുകളോട് ബാർഗെയിനിങ് ചെയ്യാനും അത് എന്താവാൻ ബെറ്റർ ബാർഗെയിനിങ് പവർ കിട്ടും എന്നാണ് പറയുന്നത്. ദ മാനുഫാക്ചറേഴ്സ് ഈസ് തേർഡ് ബെനിഫിറ്റ് ആസ് ദ ഗെറ്റ് ലാർജ് ക്യാപ്റ്റീവ് ബയർ. Private brands enable greater freedom in pricing strategy and the developed successful private brand, however, the retailer has to have volumes. A small retailer cannot give orders to economic size so has to large enough to be economically viable. Okay, the private brands are gaining dominance or manufacturers. അതായത് ആരാണ്? പ്രൈവറ്റ് ബ്രാൻഡ്സ് ആർ ഗെയിനിങ് ഡോമിനൻറ്റ് ഓവർ മാനുഫാക്ചറേഴ്സ്. നിർമ്മിക്കുന്ന ആൾക്കാരുടെ മുകളിലായിരിക്കണം ആര്? പ്രൈവറ്റ് ബ്രാൻഡിൻ്റെ ഒരു സ്റ്റാൻഡ്. ലാർജ് ടെയിൽ ചെയിൻസ് ആൻഡ് ലൈക്ക് ദെൻ പ്രൈവറ്റ് ബ്രാൻഡ് ഓഫ് നാഷണൽ ബ്രാൻഡ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സർവീസ് ഇൻ റീറ്റെയിലിംഗ്. എന്താണ് സർവീസ് ഇൻ റീറ്റെയിലിംഗ്? സർവീസ് റീറ്റെയിലിംഗ് ഹാവ് ബീൻ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഓഫ് അക്രോസ് ഫിനാൻഷ്യൽ സർവീസ്. സർവീസ് റീറ്റെയിലിംഗ് ഹാവ് ബീൻ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് അക്രോസ് ഫിനാൻഷ്യൽ സർവീസ്. അതൊരു ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത്. സർവീസ് റീറ്റെയിലിംഗ് ഹാവ് ബീൻ സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് അക്രോസ് ഫിനാൻഷ്യൽ സർവീസ്, health care, hospitality, IT products and entertainment sector in India. Some example of service retailer in India include computer training institution like NIT. നമുക്കറിയാം NIT, food chains in MC Donald, Pizza Hut, beauty clinics like healthcare chains like Apollo Clinics. Service retailers have grown rapidly often by ഫ്രാഞ്ചൈസിങ് റൂൾസ്. അപ്പോൾ ഇത്രയും കോസ്മെറ്റിക് ഐറ്റംസുള്ള ഫാൻസികളും പിന്നെന്താ പറയുക ക്ലിനിക്കുകളും NIT, ഫുഡ് ചെയിൻസ് പോലെ ഫുഡ് ഹട്ട് എന്ന് പറയുന്ന ഇൻഡസ്ട്രീസും അങ്ങനെയുള്ള എല്ലാ ഇൻഡസ്ട്രീസും വളർന്ന് വലുതാവുന്നത് കാണുമ്പോൾ റീറ്റെയിൽ ബിസിനസ് നല്ല ഗ്രോത്തിലാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സർവീസസ് ആർ ഇനീഷ്യബിൾ ടു ഹാൻഡ്സ് കനോട്ട് ബി ഫെൽറ്റ് ഓർ ടച്ച് ബട്ട് സർവീസ് ആർ എക്സ്പീരിയൻസ്ഡ്. ഇങ്ങനെ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണം? നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും. കാരണം ഇതിൻ്റെ ഇങ്ങനെ സർവീസ് ചെയ്യുന്ന സർവീസ് ആസ് ഇനീഷ്യബിൾ ആൻഡ് ഹാൻഡ്സ് കനോട്ട് ബി ഫെൽറ്റ് ഓഫ് ടച്ച് ബട്ട് സർവീസ് ആർ എക്സ്പീരിയൻസ്. ദ സർവീസ് ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ദ ക്വാളിറ്റി ഓഫ് പീപ്പിൾ ഇൻവോൾവ് വിത്ത് ദ ഡെവലപ്പിംഗ് സർവീസസ്. ഇത് കാണുമ്പോൾ അങ്ങനെ സർവീസ് ചെയ്യുന്ന പല റീറ്റെയിൽ ബിസിനസ് സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും ജനങ്ങൾക്കിടയിൽ അവർക്ക് എന്താണ് ഒരു ജനസമ്മിതി ഉണ്ടാവും. എ വൈഡ് അറേ ടു സർവീസ് ഓഫർ ടു ഓൺലൈൻ റീറ്റെയിലിംഗ് ഫ്രണ്ട് ഓൾസോ നെയിം ഓഫ് ലൈക്ക് അർബൻ ലാഡർ. ഓക്കെ, നേച്ചർ ഓഫ് സർവീസ് റീറ്റെയിലിംഗ്. ഇത് ഫോളോയിങ് എന്താണ് റീറ്റെയിലിംഗ്? ഇമ്പോർട്ടൻറ്റ് ഫോളോയിങ് ആസ്പെക്ട്സ് ആർ നേച്ചർ ഓഫ് സർവീസ് റീറ്റെയിലിംഗ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് സർവീസ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് സർവീസ്. അപ്പോൾ ഡയമെൻഷൻ, അതിൻ്റെ പരിധികളും അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ഫോർമാറ്റും അതെല്ലാം റീറ്റെയിൽ ചെയ്യുന്ന റീറ്റെയിലേഴ്സിന് മനസ്സിലായിരിക്കണം. ടൈപ്സ് ഓഫ് സർവീസ് റീറ്റെയിലിംഗ്. എന്താണ് ടൈപ്സ്? അതിൻ്റെ ഓഫറിംഗ് ലൈക്ക് ബിസിനസ് സർവീസ്, പേഴ്സണൽ സർവീസ് ആൻഡ് റിപ്പയർ സർവീസ് ആൻഡ് ഹെൽത്ത് സർവീസ്, സോഷ്യൽ സർവീസ്, എഡ്യൂക്കേഷണൽ സർവീസ് ആൻഡ് ലീഗൽ സർവീസ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്ത് താഴെ സബ്ബാക്കി എഴുതുക. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ടൈപ്സ് ഓഫ് സർവീസ് റീറ്റെയിലിംഗ്. എന്തൊക്കെയാണ്
സർവീസ് റീറ്റെയിലിംഗ് പ്രധാനമായും സർവീസ് ഓഫറിംഗ് ലൈക്ക് ബിസിനസ് സർവീസ്, പേഴ്സണൽ സർവീസ്, ബിസിനസ് സർവീസ് ആൻഡ് പേഴ്സണൽ സർവീസ്, then health service, social service and educational service and legal service, etc. Each of these services require unique skills. The service sector of the economy is already the largest sector in contribution of GDP, gross domestic product ആണ് പറയുന്നത്. GDP, service sector is important due to impact has on economic growth and employment opportunities. The growth of the economy is directly dependent on the growth of service. Service retailing people initiative hands also present huge employment opportunities. ഈ റീറ്റെയിൽ സെക്ഷൻ എന്തും കൊടുക്കുന്നുണ്ടോ, ഹ്യൂജ് എന്തും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ കൊടുക്കുന്നുണ്ട്. സ്ട്രാറ്റജീസ് ഇൻ സർവീസ് റീറ്റെയിലിംഗ് ആർ എയിംഡ് ഇൻ ഫോളോയിങ്: ക്രിയേറ്റിംഗ് tangibility through visual representation, and during the last few years have source in retailers established. അതായത് റീറ്റെയിലേഴ്സ് നമ്മുടെ എംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലില്ലായ്മ, രാജ്യത്തുള്ള തൊഴിലില്ലായ്മ ഇല്ലാതെയാക്കാൻ അവർ എല്ലാവർക്കും തൊഴിൽ നൽകുന്ന ആ ഒരു ബിസിനസ് മേഖലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്യാഷ് ആൻഡ് ക്യാരി. എന്താണ് ക്യാഷ് ആൻഡ് ക്യാരി? ക്യാഷ് ആൻഡ് ക്യാരി ഈസ് എ ഫോം ഓഫ് ട്രേഡ്. അതൊരു ട്രേഡിൻ്റെ ഫോമാണ് ക്യാഷ് ആൻഡ് ക്യാരി, in which goods are sold from a wholesale warehouse operated either of a self-service basis on the basis of samples, with customers selecting from the spiceman samples. അതായത് ക്യാഷ് ആൻഡ് ക്യാരി ഈസ് എ ഫോം ഓഫ് ട്രേഡ്. അത് ക്യാഷ് ആൻഡ് ക്യാരി അതൊരു ട്രേഡിൻ്റെ ഫോമാണ്, ഒരു രീതിയാണ്. ഓക്കെ, വിച്ച് ഗുഡ്സ് ആൻഡ് സോൾഡ് ഫ്രോം എ ഹോൾസെയിൽ ഫാം ഹൗസ് ഓപ്പറേറ്റഡ് ഐദർ എ സെൽഫ് സർവീസ് ബേസ്. നമ്മൾ വലിയ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ചുള്ളൊരു ഫോമാണ് ക്യാഷ് ആൻഡ് ക്യാരി. Through wholesalers by primarily from the manufacturers sell mostly to the retailers, industrial users and other wholesalers. ഈ ഹോൾസെയിൽ ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു? അവരുണ്ടാക്കുന്ന ഹോൾസെയിൽസ് പ്രോഡക്ട്സ് എല്ലാം നേരിട്ട് ആർക്കാണ് കൊടുക്കുന്നത്? റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നു, ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് കൊടുക്കുന്നു, അതർ ഹോൾസെയിൽസ് ആളുകൾക്ക് കൊടുക്കുന്നു. അതായത് ഹോൾസെയിൽസിലെ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നവർ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ആർക്കൊക്കെ കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞത് റീറ്റെയിലേഴ്സിനും ഇൻഡസ്ട്രിയൽ യൂസേഴ്സിനും ഹോൾസെയിലേഴ്സിനും കൊടുക്കും. ദേ ഓൾസോ പെർഫോം മെനി വാല്യൂ ആഡഡ് ഫങ്ഷൻസ് ഇൻക്ലൂഡിങ് സെല്ലിംഗ് ആൻഡ് പ്രൊമോട്ടിങ്. അവർ സെല്ല് ചെയ്യുന്നു, പ്രൊമോട്ട് ചെയ്യുന്നു അല്ലേ അവരുടെ പ്രൊഡക്റ്റ്. ബൈയിങ് ആൻഡ് അസോമൽ ബിൽഡിംഗ് ബാൾക്ക്. ആൻഡ് ദെൻ ദ ക്യാഷ് ആൻഡ് ക്യാരി കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ബൈ മെട്രോ, വിച്ച് വാസ് ദ ഫസ്റ്റ് സ്റ്റാർട്ടഡ് ഇൻ ഇയർ 1960. 1964 ജർമ്മനിയിലാണ്. അതായത് ക്യാഷ് ആൻഡ് ക്യാരി എന്ന് പറയുന്ന ടേം അല്ലെങ്കിൽ ആ ഒരു വേർഡ് വന്നത് ഡിറൈവ് ചെയ്തതും അതിൻ്റെ മീനിങ്ങും അതെന്താണെന്നാണ് പറയുന്നത്. ക്യാഷ് ആൻഡ് ക്യാരി കൺസെപ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്. The cash and carry concept was established by Metro, which was first started in the year 1964 in Germany. ജർമ്മനിയിൽ 1964 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇറ്റ് ഓഫേഴ്സ് അപ് ടു ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഫ്രം ദ സിംഗിൾ സോഴ്സ്. ദ സക്സസ് ഓഫ് മെട്രോ ക്യാഷ് ആൻഡ് ക്യാരി. മെട്രോ, ആ വേർഡ് മറന്നു പോകരുത്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മെട്രോ ക്യാഷ് ആൻഡ് ക്യാരി is the market is reflected only by million of satisfied customers but also the sales. Metro had a turnover of more than 848 million acres. Okay, the main advantages of cash and carry are എന്തൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ? എന്തൊക്കെയാണ് നേട്ടങ്ങൾ? Compromising on the quality of the product is pursued, better bargaining power and freedom of pricing strategy, positive control on stock keeping strategy and reduce the promotional cost, ensure stability of sales volume. Okay, എന്തൊക്കെയാണ്? Compromising of the quality of the product is reduced. അത് പ്രൊഡക്റ്റ് റെഡ്യൂസ് ചെയ്യുന്ന എന്തില്ലാതെ പറയുക? കോംപ്രമൈസിങ് ഓൺ ദ ക്വാളിറ്റി. കോംപ്രമൈസ് ചെയ്യും പ്രൊഡക്റ്റ് കുറഞ്ഞാൽ. ദ ബെറ്റർ ബാർഗെയിനിങ് പവർ, നല്ല ബാർഗെയിനിങ് പവറാണ്. ഫ്രീഡം ഇൻ പ്രൈസിങ് സ്ട്രാറ്റജി, എന്തിൽ? പ്രൈസ്, വിലയിലെ സ്ട്രാറ്റജിയിൽ എന്താണ്, എന്ത് കുറവാണ്? ബാർഗെയിനിങ് ഉണ്ടാവും. ആൻഡ് പോസിറ്റീവ് കൺട്രോൾ സ്റ്റോക്ക് കീപ്പിംഗ് സ്ട്രാറ്റജി, പോസിറ്റീവ് കൺട്രോളിങ് സ്റ്റോക്ക് കീപ്പിംഗ് സ്ട്രാറ്റജി. അപ്പം 3 മെയിൻ അഡ്വാൻറ്റേജസ് ആണ് ക്യാഷ് ആൻഡ് ക്യാരീസ് ആർ. ഫസ്റ്റ് ഈസ് കോംപ്രമൈസിങ് ഓൺ ദ ക്വാളിറ്റി, better bargaining and positive control. This is 3 are the main advantage of